Hallelujah. 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 खुशी हमारे चेहरे से झलकनी चाहिए സന്തോഷം നമ്മുടെ ആ മുഖത്തുണ്ടായിരിക്കണം. क्योंकि परमेश्वर कहता है प्रभु में सदा आनंदित रहो. കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. परमेश्वर में हम खुश हैं तो हम परमेश्वर को धन्यवाद നിങ്ങൾ करें. കർത്താവിൽ സന്തോഷിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. और परमेश्वर को मैं धन्यवाद करती हूँ कि ये सुंदर अवसर परमेश्वर ने हमें दिया. ഈ നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. और परमेश्वर ने हर समय हमको संभाला, उसने हमको बचाया, इसलिए हम परमेश्वर को धन्यवाद करें. ഇതുവരെ നമ്മളെ കാത്തു പരിപാലിച്ച ആ ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. और अगर आप मुझे नहीं जानते, मेरा नाम प्रेसी के जॉन है. നിങ്ങളെ ഒരു പക്ഷേ എന്നെ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് പ്രൈസി ജോൺ എന്നാണ്. मैं छत्तीसगढ़ की रहने वाली हूँ. എൻ്റെ സ്വദേശം ഛത്തീസ്ഗഡിലാണ്. बचपन से परमेश्वर में मेरे माता पिता ने मुझे आगे बढ़ाया है. ചെറുപ്രായം മുതലേ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി. और ये मेरी सबसे बड़ी गवाही है ഇത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിലെ. कि फ्रॉम द डे वन ऑफ माई लाइफ, എൻ്റെ ആദ്യ ദിവസം മുതൽ जब से जिस दिन से मैंने इस संसार में कदम रखा, ഞാൻ ജനിച്ച ഈ ഭൂമിയിൽ കാലുവെച്ച സമയം मेरा മുതൽ परमेश्वर मुझे अपने हाथों में उठाकर चला है. കർത്താവ് തന്റെ വലം കയ്യിൽ എന്നെ താങ്ങി നടത്തി. और हर समय परमेश्वर ने हमें संभाला, इसलिए हम परमेश्वर को धन्यवाद देते ഇപ്പോഴും हैं. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. ദൈവത്തെ സ്തുതിക്കാം. हालेलुया. ഹല്ലേലൂയ. आज का वचन की मनादी के लिए നമുക്ക് ഇന്നത്തെ വചനത്തിന്റെ ധ്യാന ചിന്തയ്ക്കായി अब मेरे साथ आप लोग निकाल सकते हैं എന്നോടൊപ്പം നിങ്ങൾക്ക് എടുക്കാം भजन संगीता സങ്കീർത്തനങ്ങൾ. उसका 138 അതിന്റെ 138 സങ്കീർത്തനം और उसका 7वां आयत. അതിന്റെ 7ാം വാക്യം. Psalms chapter 137 and verse 7. 138 and verse 7. സങ്കീർത്തനങ്ങൾ 138 അധ്യായം അതിന്റെ 7ാം വാക്യം. और उसका सिर्फ मैं पहला लाइन में लेना चाहूंगी. അതിന്റെ ആദ്യ വചനം ഞാൻ വായിക്കുന്നു. वो ये कहता है, चाहे मैं संकट के बीच में रहूं तो भी तू मुझे जिलाएगा. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സങ്കടത്തിലായാലും ദുഃഖത്തിലായാലും കർത്താവ് എന്നെ ഉയർപ്പിക്കുന്നു. और आज का मेरा वचन का जो विषय है वो ये है कि गॉड ऑफ रिस्टोरेशन. ഇന്ന് എൻ്റെ പ്രസംഗത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ആ ദൈവം, परमेश्वर जो हमको जिलाता है, നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവം, जो हमको उद्धार देता है, നമുക്ക് രക്ഷ നൽകുന്ന जो ദൈവം, हमको मरम्मत करता है, അതിനെ പണിയുന്ന ദൈവം, जो हमको सुधारता है. നമ്മളെ നേർവഴിയിൽ നടക്കുവാൻ സഹായിക്കുന്ന ദൈവം. अगर एक व्यक्ति मर जाता है, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, मान के चलिए मैं मर गई, ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് നോക്കാം, ഞാൻ മരിച്ചു, तो मुझे एक बात का गारंटी है ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, कि मेरा प्रभु अगर चाहे तो मुझे जिला सकता है. എന്റെ കർത്താവ് കഴിഞ്ഞാൽ എന്നെ ഉയർപ്പിക്കുവാൻ കഴിയും. किसको परमेश्वर ने जिलाया था? ആരെയാണ് കർത്താവ് ഉയർപ്പിച്ച്? लाजर को प्रभु ने यूहन्ना रचित सुसमाचार 11वां अध्याय में जिलाया था. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ചതായി നമുക്ക് കാണുവാൻ तो സാധിക്കുന്നു. उस बात को देखकर मैं ये बात गारंटी रह सकती हूँ कि अगर मेरा प्रभु चाहे तो मुझे जिलाएगा. ആ വചനത്തിന് അടിസ്ഥാനമായി എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്, ഞാൻ മരിച്ചാലും ജീവിക്കും. दूसरा गारंटी मुझे इस बात का है മറ്റേ രണ്ടാമത്തെ ഒരു ഗ്യാരണ്ടി, कि अगर मेरा प्रभु यहाँ मुझे नहीं जिलाया तो ഇവിടെ എന്നെ ഉയർപ്പിച്ചില്ലെങ്കിൽ एक घर मेरे लिए रखा है जहां में मेरा प्रभु जिलाएगा. എനിക്ക് വേണ്ടിയായി ഒരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്, അവിടെ ഞാൻ ഉയർക്കും. तो आज हम प्रभु से कह सकते हैं कि प्रभु मुझे जिलाएगा. അപ്പൊ ഇന്ന് നമുക്ക് പറയുവാൻ സാധിക്കും, കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. God will be restoring us. കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്യും. God will be reviving us. കർത്താവ് നമ്മളെ ആ ഉണർവിലേക്ക് നയിക്കും. कल मैं एक बहन से बात कर रही थी ഇന്നലെ ഞാൻ ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ और दिल्ली आने के पहले मैं इस प्रकार से सोच रही थी यहाँ पर मुझे क्या बोलना चाहिए. ഈ ഡൽഹിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, എന്ത് ഇവിടെ വന്ന് സംസാരിക്കണം. इसीलिए प्रभु ने एक लाइन मुझे दिया. കർത്താവ് അന്നേരം ഒരു ലൈൻ എന്റെ മനസ്സിൽ തന്നു. मैं पहले इंग्लिश में बताऊंगी, देन आई विल बी सेइंग इट इन हिंदी. ഞാൻ ആദ്യം അത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഹിന്ദിയിൽ പറയും. वो इस प्रकार से है, ഇപ്രകാരമാണത്. yesterday we were being restored, ഇന്നലകളിൽ നമ്മളെ ദൈവം റിസ്റ്റോർ ചെയ്തു, but today he will empower us. ഇന്ന് ദൈവം നമ്മളെ എംപവർ ചെയ്യും. कल मेरा प्रभु मुझे मरम्मत कर रहा था, ഇന്നലെ കർത്താവ് നമ്മളെ പണിയുകയായിരുന്നു, लेकिन आज मेरा प्रभु मुझे सशक्त करेगा. ഇന്ന് കർത്താവ് നമ്മളെ അത് മുന്നോട്ട് നയിക്കും. आज 3 तारीख किस नाम से जाना जा रहा है? आज हमने किस नाम से बोला है? ഇന്ന് 3-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിന് എന്താണ് പ്രത്യേകത? वुमेन एम्पावरमेंट, വിമൻ എംപവർമെന്റ്. है ना? हम कह सकते हैं वुमेन एम्पावरमेंट. ഒന്ന് പറയാൻ പറ്റുമോ? വിമൻ എംപവർമെന്റ്, महिला सशक्तिकरण. മഹിളാ സശക്തീകരൺ അതിനു വേണ്ടി പറയാം. तो वुमेन एम्पावरमेंट का मतलब हम ये जानेंगे कि हम महिलाएं
एम्पावर होना जरूरी है. സഹോദരിമാർ, വിമൻ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ കർത്താവ് അതിന്മേൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യും. अंकल लोग से मेरा बहुत हाथ जोड़ के माफी है कि अगर मैं आप पे ध्यान नहीं दे पा रही हूँ, बट दिस इज द स्पेशल डे फॉर वुमेन्स. സഹോദരന്മാർ ക്ഷമിക്കണം, ഒരു പക്ഷേ നിങ്ങളെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് സ്പെഷ്യലി വിമൻ എംപവർമെന്റ് മീറ്റിംഗ് ആണ്, എങ്കിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. फिर भी आपका स्वागत है, फिर भी हम आपके लिए भी वचन बांटेंगे. വചനം നിങ്ങൾക്കും കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കും. मेरा मेन फोकस आज महिलाओं के ऊपर रहेगा. ഇന്ന് സഹോദരിമാർക്കാണ് എന്റെ സന്ദേശം. आज का वचन जो हमने पढ़ा, चाहे मैं संकट के बीच में रहूं, ഇന്നത്തെ വചനം നാം ഇവിടെ വായിച്ച പ്രകാരം സങ്കടത്തിൽ കൂടി ഞാൻ കടന്നു പോയാലും तो भी तू मुझे जिलाएगा. അതിന്റെ നടുവിലും കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. मेरा परमेश्वर का एक खूबी है, ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ एक अंडू और एक रीडो बटन उसके पास है. ദൈവത്തിന്റെ കയ്യിൽ അൺഡു ആൻഡ് റീഡോ ആ ബട്ടൺ ഉണ്ട്. जो कंप्यूटर चलाना जानते हैं ഈ കമ്പ്യൂട്ടറൊക്കെ ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് അറിയാം, या जो फोन चलाना जानते हैं, ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് उनको അറിയാം. पता है ये अंडू और रीडो बटन बहुत महत्वपूर्ण होता है. അതിനകത്ത് അൺഡു ആൻഡ് റീഡോ ഈ ബട്ടണിന് വലിയ പ്രാധാന്യമുണ്ട്. अगर गलती से कुछ चीज डिलीट हो जाता है तो हम अंडू बटन से उसको वापस ला सकते ഒരു പക്ഷെ എന്തെങ്കിലും കണ്ടന്റ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. हैं. एक मनुष्य के पास एक कंप्यूटर के पास ये फीचर है, लेकिन मनुष्य के पास नहीं. ഒരു കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കകത്ത് ആ സംഭവം ഉണ്ട്, പക്ഷെ മനുഷ്യരുടെ കയ്യിൽ അങ്ങനെ ഒരു കാര്യമില്ല. ये फीचर सिर्फ मेरे परमेश्वर के पास है. അങ്ങനെയുള്ള ഒരു ഫീച്ചർ ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രം. कारण कैसे मैं बताती हूँ. അതിന്റെ കാരണം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. अगर आपके जीवन से ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് मान के चलिए आपने किसी को 1 लाख रुपए दिया, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരാൾക്ക് നിങ്ങൾ 1,00,000 രൂപ വായ്പ കൊടുത്തു. और उस 1 लाख रुपए का आपका नुकसान हो गया, ആ 1,00,000 രൂപ നിങ്ങൾക്കൊരു നഷ്ടമായി മാറി. तो हमको पता है कि हम उसे बड़े मेहनत के साथ वापस ला सकते हैं. അപ്പൊ നമുക്കറിയാം അത് അധ്വാനിച്ച് വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. या कई बार ऐसा होगा कि हमारे पास वो वापस नहीं आएगा. ഒരു പക്ഷേ അത് നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം. लेकिन मेरा परमेश्वर कहता है എന്റെ ദൈവം പറയുന്നു, कि आपको हुए हर एक नुकसान को നമുക്ക് നഷ്ടമായി പോയതിനെ मेरा परमेश्वर रिस्टोर करना നമ്മുടെ चाहता है. ദൈവത്തിന് വീണ്ടും നൽകുവാൻ സാധ്യമത്രേ. मेरा परमेश्वर ये कहता है എന്റെ ദൈവം ഇപ്രകാരം कि പറയുന്നു, जिन उपज को अरबे नामक टिड्डी ने खा लिया, ആ വെട്ടിക്കിളികളും തുള്ളലുകളും തിന്ന കാര്യങ്ങൾ, जिन जिन बातों को कुछ कुछ चीजों ने खा चुका है, എന്തൊക്കെയാണോ നിങ്ങളുടെ നന്മയെ കൊണ്ടുപോയത്, अगर आपके पारिवारिक जीवन को एक शैतान या अंधकार की शक्ति खा चुका है, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് പൈശാചികമായ മേഖലയിൽ എന്തെങ്കിലും അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, आपके पति या पत्नी का रिश्ता एक शैतानी जीवन खा चुका है, നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ എന്തെങ്കിലും പൈശാച് ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, आपके बच्चों को आपसे मेरा परमेश्वर दूर ले जा शैतान दूर ले जा चुका है, നിങ്ങളുടെ മക്കളെ ഒരു പക്ഷേ പൈശാച് നിങ്ങളിൽ നിന്ന് അകറ്റിയെങ്കിൽ, रिमेंबर वन थिंग, ഒരു കാര്യം നിങ്ങൾ ഓർക്കുവിൻ, मेरे परमेश्वर के पास एक अंडू बटन है. ദൈവത്തിന്റെ കയ്യിൽ ഒരു ആൻഡ്രൂ ബട്ടൺ ഉണ്ട്. और अगर वो अंडू बटन है तो ആ ബട്ടൺ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ कितना भी खींचने का कोशिश करेगा, എത്ര വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയാലും ശ്രമിച്ചാലും वो इलास्टिक के फोर्स के साथ वापस आप ही के पास आकर चिपकेगा. ഇലാസ്റ്റിക് ഫോഴ്സിലേക്ക് അത് മടക്കി നൽകുന്ന ദൈവം. इसीलिए यहाँ पर भजन संगीता लिखने वाला അതാണ് कहता है, സങ്കീർത്തനക്കാരൻ ഈ പ്രകാരം പറയുന്നത്, संकट में पड़ू तो भी സങ്കടത്തിന്റെ നടുവിലായാലും मुझे जिलाने वाला एक परमेश्वर जिंदा है. എന്നെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. तो आज हम परमेश्वर से कहें, मेरा प्रभु जिंदा है. ഇന്ന് നമുക്ക് പറയാം, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവം അത്രേ. मेरे रिश्तों को बनाने वाला प्रभु जिंदा है. എന്റെ കുടുംബപരമായ ജീവിതത്തെ ഉണ്ടാക്കുന്ന ദൈവം, मेरे देश को चंगा करने वाला प्रभु जिंदा है. എന്റെ ദേശത്തെ സൗഖ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നു. अगर कोविड आया है तो കോവിഡ് വന്നാലും कोविड को वापस लेने वाला प्रभु भी जिंदा है. അതിനെ മാറ്റുന്ന ദൈവം ജീവിക്കുന്നു. अगर कोई और बीमारी आएगी तो വേറെ എന്ത് രോഗം വന്നാലും उसको वापस खींचने वाला प्रभु जिंदा അതിനെ है. മാറ്റിക്കളയുവാൻ ദൈവത്തിന് ശക്തി എത്രേ. अगर कोई मुझे पॉइजन देगा तो भी ആര് എനിക്ക് വിഷം തന്നാലും उसका एंटीटोड मेरा देव परमेश्वर देने वाला അതിന്റെ जिंदा है. ആന്റിറ്റോഡും കർത്താവിന്റെ കരങ്ങളിലുണ്ട്. हालेलुया. ഹല്ലേലൂയ. क्या हम विश्वास करते हैं उस प्रभु पे? വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി मैं സ്തുതിച്ചാട്ടെ. विश्वास करती हूँ आपके वचन
वचन में भी यही लिखा है, ഇന്നത്തെ വചനത്തിലും ഇതാണ് എഴുതിയിരിക്കുന്നത് ഞാൻ मेरे വിശ്വസിക്കുന്നു. बाइबल में यही लिखा है, എന്റെ ബൈബിളിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്. मैं यही विश्वास ഞാൻ करूंगी, ഇതിനെ ഉറപ്പിച്ച് क्योंकि വിശ്വസിക്കുന്നു. मेरा परमेश्वर कहता है वो जिलाएगा, എന്റെ ദൈവം പറയുന്നു ഉയർപ്പിക്കും. मेरा प्रभु कहता है मुझे जिलाएगा. എന്റെ ദൈവം പറയുന്നു ഉയർപ്പിക്കും. अगर मेरा प्रभु मुझे जिलाएगा तो എന്റെ ദൈവം എന്നെ ഉയർപ്പിച്ചാൽ मानसिक शक्ति मुझे छू नहीं सकता. മനുഷ്യന്റെ ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ സാധ്യമല്ല. अगर मेरा प्रभु रिश्ते वापस बनाएगा तो എന്റെ ദൈവം ആ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ ഒന്നിപ്പിച്ചാൽ कोई तोड़ नहीं सकता. അതിനെ ആർക്കും പൊട്ടിക്കുവാൻ अगर സാധ്യമല്ല. मेरा प्रभु ने स्वर्ग पे हस्ताक्षर कर दिया है, എന്റെ ദൈവം സ്വർഗത്തിൽ അത് എഴുതി കഴിഞ്ഞിരിക്കുന്നെങ്കിൽ अगर कर दिया है तो वो चीज मेरी हो गई है. അങ്ങനെങ്കിൽ അത് എന്റേതാണ്. इस प्रकार से कहूं, हानि भरना उसको अच्छे से आता है. ഇങ്ങനെ പറയട്ടെ, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ദൈവത്തിന് സാധ്യമത്രേ. तो आज मान के चलिए, आज हम क्या हो रहे हैं, रिस्टोर हो रहे हैं. ഇന്ന് നമുക്ക് ചിന്തയിൽ വെക്കാം, നാം വീണ്ടും റിസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. The next line which God gave was, അടുത്ത അവിടെ ലൈൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, today, tomorrow he will be empowering us. നാളുകളിൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. मैंने ये कहा था कि कल हम रिस्टोर हो रहे थे, ഇന്നലകളിൽ നാം റിസ്റ്റോർ तो ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. आज हम सशक्त होंगे. ഇന്ന് നാം നിരപ്പാകും. तो मैंने इसका एक दिन और बढ़ा दिया, അതിനെ ഞാൻ ഒരു ദിവസം കൂടി കൂട്ടി പറയുന്നു. आज हम रिवाइव होंगे तो ഇന്ന് നാം ഉണർവ് പ്രാപിച്ചാൽ कल हम रिस्टोर होंगे. നാളെ നാം വീണ്ടും റിസ്റ്റോർ ആകും. मुझे विश्वास है एक रिस्टोरेशन रखा है, ഞാൻ വിശ്വസിക്കുന്ന ഒരു റിസ്റ്റോറേഷൻ ഉറപ്പായുണ്ട്. एक एम्पावरमेंट रखा ഒരു है. എംപവർമെന്റ് ഉണ്ട്. और उस एम्पावरमेंट का टाइम ड्यूरेशन मैं बता दूं, ആ എംപവർമെന്റിന്റെ സമയ കാലയളവ് എന്തുവാന്ന് വെച്ചാൽ, मुझे 10 साल वेट करने का जरूरत नहीं, 10 വർഷം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 20 साल वेट करने का जरूरत नहीं, 20 വർഷം കാത്തിരിക്കണ്ട. मुझे चिल्लाने का जरूरत नहीं. എനിക്ക് അലറേണ്ട ആവശ്യമില്ല. मेरे साथ आप लोग निकालिए എന്നോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് എടുക്കാം. होशे ഹോശേ പ്രവചനം उसका 6 अध्याय അതിന്റെ 6-ാം അധ്യായം और उसका पहला और दूसरा आयत, അതിന്റെ 1-2 വാക്യങ്ങൾ. और वहां इस प्रकार से लिखा है, അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, चलो നമുക്ക് പോകാം, हम यहोवा की ओर फिरें, യഹോവയിലേക്ക് നാം തിരിയാം. क्योंकि उसी ने फाड़ा. അവൻ തന്നെ അടിച്ചു. ध्यान से सुनना, अंडू एंड रीडो बटन वहां पे लिखा हुआ है, അവിടെ അണ്ടു റീഡു ബട്ടൺ നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രദ്ധയോടെ വായിക്കാം. क्योंकि उसी ने फाड़ा അവൻ തന്നെ അടിച്ചു, और वही चंगा भी करेगा. അവൻ തന്നെ നമ്മളെ സൗഖ്യമാക്കും. उसी ने मारा അവൻ തന്നെ നമ്മളെ അടിച്ചു, और वही हमारे घाव पर पट्टी बांधेगा. അവൻ തന്നെ നമ്മുടെ മുറിവുകളെ കെട്ടും. दूसरा ध्यान से सुनना, आपका टाइम ड्यूरेशन मैं बता देती हूँ. അവിടെ ആ സമയ കാലയളവ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2 दिन के बाद 2 ദിവസത്തിന് ശേഷം वह हमको जिलाएगा, അവൻ നമ്മളെ ഉയർപ്പിക്കും. और तीसरे दिन 3-ാം നാൾ वह हमको उठाकर खड़ा നമ്മളെ करेगा. വീണ്ടും എഴുന്നേറ്റ് നിൽപ്പിക്കും. तब हम उसके सम्मुख जीवित रहेंगे. അപ്പോൾ നാം അവന്റെ മുൻപാകെ ജീവനോടായിരിക്കും. 2 दिन के बाद हमें जिलाएगा. 2 ദിവസത്തിന് ശേഷം നമ്മളെ ഉയർപ്പിക്കും. तीसरे दिन हमको सशक्त करेगा. 3-ാമത്തെ ദിവസം നമ്മളെ അവൻ അവിടെ എഴുന്നേൽത്ത് നിൽപ്പിക്കും. लेकिन यहाँ पर ध्यान से देने वाली बात यह है അവിടെ ശ്രദ്ധയോടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, कि उसके बाद जब हमें वो खड़ा करेगा, അവൻ നമ്മളെ എഴുന്നേറ്റ് നിൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം उसका टाइम ड्यूरेशन नहीं लिखा है. അതിനുശേഷം അവിടെ സമയ കാലയളവുകളില്ല. अगर आपको प्रभु ने रिस्टोर किया है, ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, अगर आपको प्रभु ने जिलाया है, ദൈവം നിങ്ങളെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, अगर आपको प्रभु ने उठाया है, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, उसके बाद का जो परिस्थिति है, അതിനുശേഷമുള്ള സാഹചര്യങ്ങൾ, उसकी बाद की जो आशीषें है, അതിന്റെ പിന്നെ വരുന്ന അനുഗ്രഹങ്ങൾ, उसका टाइम लिमिट नहीं है मेरे प्यारो. അതിനൊരു കാലയളവ് ഇല്ല. मेरा प्रभु जब आशीष देना शुरू करता है ദൈവം तो അനുഗ്രഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ सीमा में नहीं बांधता. അതിനെ ഒന്നിനെ ബന്ധിക്കുവാൻ പറ്റുകയില്ല. मेरा रिश्ता वापस जोड़ता है तो ആ റിലേഷനെ ഒന്നിപ്പിക്കുന്ന കർത്താവ് तोड़ने का ड्यूरेशन नहीं लिखा है. അവിടെ പൊട്ടിക്കുന്ന തകർക്കുന്ന ഒരു ഡ്യൂറേഷൻ ഇല്ല. वो അവിടെ कब टूटेगा नहीं लिखा है. എപ്പം പൊട്ടി തകരുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. वो अनंत काल का पिता है. അവൻ നിത്യപിതാവാണ്. आप समझ रहे हैं? മനസ്സിലാകുന്നുണ്ടോ? अनंत काल का पिता यानी നിത്യപിതാവ് എന്ന് വെച്ചാൽ आशीषें जब देगा तो അനുഗ്രഹം തരുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ अनंत काल तक देगा. നിത്യത വരെ അത് നിലനിൽക്കും. थोड़ा समय नहीं, കുറച്ച് സമയമല്ല. मेरे मरने का समय थोड़ा है. മരിക്കുന്ന സമയത്തിനൊരു ഉണ്ട്. 2 दिन
ഒരു ദിവസം 2 दिन के बाद जिलाएगा मतलब 2 दिन में मरा हुआ अवस्था में रहूंगी 2 ദിവസം കഴിഞ്ഞ് ഉയർപ്പിക്കുന്ന വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ മരണമുണ്ട് जिलाने के बाद शायद 1 दिन में शांत बैठूंगी ഉയർപ്പിന് ശേഷം ഒരുപക്ഷെ ഞാൻ അവിടെ ശാന്തമായിരിക്കുന്നു लेकिन जब उसका जीवन का श्वास आएगा तो പക്ഷേ അവന്റെ ജീവശ്വാസം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ मर नहीं सकती मैं മരിക്കുവാൻ പറ്റുകയില്ല मर नहीं सकते हम നമുക്ക് മരിക്കുവാൻ പറ്റുകയില്ല क्योंकि मेरा परमेश्वर എന്റെ ദൈവമോ वो एम्पावरिंग करने वाला അത് परमेश्वर നമ്മളെ है ശക്തീകരിക്കുന്ന ദൈവമത്രേ वो शक्ति देने वाला परमेश्वर है സാമർത്ഥ്യം നൽകുന്ന കർത്താവ് और तीसरे दिन हमको उठाकर खड़ा करेगा മൂന്നാം നാൾ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് उसके बाद അതിനുശേഷം मैं इस प्रकार से कहूंगी ഞാൻ ഇപ്രകാരം പറയട്ടെ अनंत काल के लिए നിത്യതയ്ക്ക് വേണ്ടിയായി मुझे जिंदा खड़ा करके उसके सामने रखेगा ഉയർപ്പിച്ച് അവന്റെ മുമ്പാകെ നിൽക്കുവാൻ യോഗ്യനാക്കുന്നു कितनी भी परिस्थिति खराब क्यों ना हो എത്ര സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമായിക്കോട്ടെ वहां पे लिखा है 2 दिन बाद मुझे जिलाएगा 2 ദിവസത്തിന് ശേഷം ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ നമ്മളെ എഴുന്നേൽപ്പിക്കും मैं प्रभु से पूछी प्रभु ये 2 दिन तक मैं क्या करूंगी അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു 2 ദിവസം ഞാൻ എന്ത് ചെയ്യണം प्रभु ने कहा ദൈവം പറയും थोड़ा सा हमें इंतजार करने का भी जरूरत है കാത്തിരിക്കുക അല്പനിമിഷം നിങ്ങളൊന്ന് കാത്തിരിക്കുക वो 2 दिन इंतजार करने का मतलब ये नहीं है कि हम प्रार्थना करना छोड़ दे हम आराधना करना छोड़ दे ആ കാത്തിരിപ്പിന്റെ അർത്ഥം ഇതല്ല നാം ആരാധിക്കുകയും പാട്ട് പാടുകയും വചനം ധ്യാനിക്കുകയൊന്നും ചെയ്യരുത് याद रखना ഓർക്കുക सामने का स्थिति जो है वो बुरी है മുന്നിൽ കാണുന്ന എല്ലാം വിപരീതമായ അവസ്ഥകളാണ് चेलों के सामने जो परिस्थिति थी वो बुरी है ശിഷ്യന്മാരുടെ മുമ്പാകെ അവസ്ഥകൾ നല്ലതല്ലായിരുന്നു नाव का जो झील का पानी वो किस में आ रहा था नाव में आ रहा था വെള്ളം എല്ലാം ആ ബോട്ടിൽ മേൽ വരികയായിരുന്നു वो नाव में आने के समय അവരുടെ അതിൽ വന്നു കഴിഞ്ഞ ശേഷം उन्होंने पहले क्या किया അവരെന്ത് ചെയ്തു ആദ്യം शायद हो सकता है वो बाल्टी लेकर उस पानी को बाहर निकालने लगे അവരൊരു പക്ഷെ ആ വെള്ളങ്ങളെല്ലാം കോരി മാറ്റുവാൻ തുടങ്ങി കാണും सबके सब मतलब अधिकतर लोग उसमें मछुआरे ആ തോണിയിൽ ഒരു പക്ഷേ അവർ മീൻ പിടിക്കുന്നവരായിരുന്നു पानी से डर नहीं लगता होगा उनको അവർക്ക് വെള്ളത്തെ പേടിയില്ല उनको डर है आंधी से जो चल रही है उनके खिलाफ അവരുടെ വിപരീതമായി വരുന്ന ആ കൊടുങ്കാറ്റിനെയാണ് അവർക്ക് ഭയം आपके सामने सिचुएशन खराब है നമ്മുടെ മുമ്പാകെ ആ സിറ്റുവേഷൻസ് പരിസ്ഥിതികളെല്ലാം വിപരീതമാണ് आपके सामने जो जो दीवार है वो यरीहो के समान ऊंची है നമ്മുടെ മുമ്പാകെ ആ മതിൽ യെരിഹോ മതിൽ പോലെ ആയിരിക്കാം आपके सामने लाल सागर है वो वैसी का वैसी खड़ा നമ്മുടെ है മുമ്പാകെ ചെങ്കടലും അതുപോലെ നിൽപ്പുണ്ട് लेकिन मेरा प्रभु कहता है പക്ഷെ എന്റെ ദൈവം പറയുന്നു कि 2 दिन तक तेरे को शांत रखूंगा 2 ദിവസം നീ മിണ്ടാതിരിക്കുക सिर्फ कुछ समय के लिए हम शांत रहेंगे കുറച്ച് സമയത്തേക്ക് നാം മിണ്ടാതിരിക്കുക उसके बाद അതിനുശേഷം मुझे बताते हुए बहुत एक्साइटमेंट हो रहा അത് है പറയുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ് कि मेरा शांत रहने का अवधि अब खत्म हो गया है അവിടെ ശാന്തമായി ഇരിക്കുന്ന ആ സമയം കഴിയുന്നു अब मैं खड़े होने के लिए तैयार हूँ ഇനി ഞാൻ എഴുന്നേൽക്കുന്ന സമയമായി अब मैं खड़े किसके सामने होंगी ഇനി ഞാൻ ആരുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം मैं मेरे प्रभु के सामने खड़े ഞാൻ होंगी എന്റെ ദൈവത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് क्योंकि നിൽക്കും मेरा प्रभु मुझे खड़ा करेगा तो എന്റെ ദൈവം എന്നെ ഉയർപ്പിച്ചാൽ मेरे सामने रखा हर बंधन नीचे गिरेगा എന്റെ മുമ്പാകെയുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു मेरे മാറുകയാണ് नाव में मेरा प्रभु यीशु है तो എന്റെ തോണിയിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ वो सो भी रहा होगा तो भी ആ പടകിൽ യേശു ഉറങ്ങുകയാണെങ്കിലും मेरा नाव बचा रहेगा എന്റെ പടക് മുങ്ങുകയില്ല मेरा नाव बचा रहेगा ആ പടക് സുരക്ഷിതമായിരിക്കും उस नाव की लकड़ी के कारण नहीं ആ പടക് ഉണ്ടാക്കിയിരിക്കുന്ന ആ തടി കാരണമല്ല मैं पतली दुबली हूं करके मेरा वो पानी मुझे डुबा नहीं सकता ऐसा नहीं ഞാൻ മെലിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ വെള്ളം എന്നെ കൊണ്ടുപോകുമെന്നല്ല उस नाव में कुछ नहीं है ऐसा नहीं ആ തോണിയിൽ മേലൊന്നും ഇല്ലെന്നല്ല नाव की लकड़ी अच्छी हो ना हो ആ പടകിന്റെ തടി നല്ലതാണെങ്കിലും അല്ലെങ്കിലും मैं पतली दुबली हूं या मोटी रहूं എനിക്ക് വണ്ണമുണ്ടോ മെലിഞ്ഞതാണോ അതല്ല വിഷയം मेरे पास खाने को सामान हो ना हो കഴിക്കുവാനുണ്ടോ ഇല്ലയോ അതല്ല एक चीज पता है ഒരു കാര്യം ഉറപ്പാണ് यीशु मसीह मेरे साथ है യേശു എന്നോടൊപ്പമുണ്ട് यीशु मेरे साथ है तो യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ किस बात का डर എന്തിന് ഭയപ്പെടണം किस बात का डर എന്തിന് ഭയപ്പെടണം दो ना प्रभु को आप अपना सारा चीज दे दो ആ കർത്താവിന് നമ്മുടെ എല്ലാം സകലതും ഏൽപ്പിച്ചുകൊള്ളുക टूट गया हर बंधन प्रभु को दो പൊട്ടിയത് എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക मेरे पास एक पेज है എന്റെ കയ്യിൽ ഒരു പേജ് ഉണ്ട് मैंने फाड़ दिया ഞാൻ അത് കീറി क्या इस पेज को मैं वापस चिपका सकती हूँ ഇതിനെ വീണ്ടും ഒട്ടിക്കാൻ പറ്റുമോ चिपका सकते हैं ना टेप से चिपका सकते हैं ഒട്ടിക്കുവാൻ സാധ്യതമാണ് ടേപ്പ് ഒട്ടിക്കാം
लेकिन एक लाइन उसमें रह जाएगा। പക്ഷെ അവിടെ ഒരു ലൈൻ അവിടെ തന്നെ പാട് അവിടെ കിടക്കും. ये मनुष्य के चिपकाने से होता है। അത് മനുഷ്യൻ ഒട്ടിച്ചാൽ അങ്ങനെ ഉണ്ട്. अगर ये चीज ഈ കീറിയ ഈ मैं കടലാസ് अपने प्रभु को दे दूंगी तो കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ उसमें फेविक्विक या टेप से चिपकाने का मार्क नहीं बचेगा मेरे प्यारो। അവിടെ ടേപ്പിന്റെയോ മറ്റേ ഫെവിക്കോളിന്റെ ആവശ്യമില്ല. കർത്താവിന് അത് ശരിയാക്കുവാൻ സാധിക്കും. उसमें ऐसा कोई घाव का निशान नहीं बचेगा मेरे അവിടെ प्यारो। ഒരു പാടും അവശേഷിക്കുന്നില്ല. लोग इस प्रकार से कहते हैं, ജനങ്ങൾ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു, अगर एक शीशा टूट जाता है ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ तो उस शीशे को वापस जोड़ना क्या हो जाता है, मुश्किल रहता है। ആ കണ്ണാടി പൊട്ടിയ കണ്ണാടി ഒട്ടിക്കുവാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. बहुत मुश्किल रहता है। अगर मान के चलिए चश्मे का कांच टूट गया तो वो जोड़ना बहुत मुश्किल होता है उसको। ഉദാഹരണത്തിനായി കണ്ണാടി അതിന്റെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒട്ടിക്കാൻ പാടാണ്. उसको एक ही चीज किया जा सकता है, उसको रिप्लेस किया जा सकता है। അത് ഒരു കാര്യം മാത്രം സംഭവിക്കാൻ പറ്റും, അതിനെ മാറ്റി തിരിച്ച് വേറെ എടുക്കാം. मेरे परमेश्वर की उसमें रिप्लेसिंग बटन नहीं है। കർത്താവിന്റെ കയ്യിൽ റിപ്ലേസിംഗ് ബട്ടൺ ഒന്നും ഇല്ല. मुझे चुना है तो, എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ मैं टूट गई तो ഞാൻ പൊട്ടിത്തകർന്നാലും वो वापस बनाने वाला है। വീണ്ടും എന്നെ പണിയുന്ന കുശവാനത്രേ. क्यों बनाएगा? എന്തിനെന്നെ പണിയണം? क्यों बनाएगा? എന്തിനെന്നെ പണിയണം? मैं लोगों को देखकर नहीं खड़ी हूँ, ഞാൻ ജനങ്ങളെ നോക്കിയല്ല നിൽക്കുന്നത്, मैं किसी और को देखकर नहीं खड़ी हूँ, ആരെയും കണ്ടിട്ടല്ല നിൽക്കുന്നത്, किस स्थान में खड़ी हूँ वो भी देखकर मैं नहीं खड़ी हूँ, എവിടെയാ നിൽക്കുന്നത് പോലെ ഒരു ബോധ്യമില്ല, मैं कहाँ जाऊंगी ये देखकर भी नहीं खड़ी हूँ। എങ്ങോട്ടാണ് എന്റെ യാത്ര എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ भजन संगीता 121 के पहला आयत कहता है, സങ്കീർത്തനം 121 പറയുന്നു ഇപ്രകാരം, मैं अपनी आंखें ഞാൻ എന്റെ കണ്ണുകളെ परमेश्वर की ओर, किसकी ओर लगाऊंगा? എവിടെങ്കിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്? कहाँ से मिलेगी मुझे सहायता? എവിടുന്ന് എനിക്ക് സഹായം ലഭിക്കുന്നു? हो गया क्वेश्चन का टाइम खत्म। ആ ചോദ്യങ്ങൾ അവിടെ തീരെയാണ്. वो बेचारा सेकंड आयत में बोलता है, രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, मुझे सहायता यहोवा की ओर से, എന്റെ സഹായമോ യഹോവയെങ്കിൽ നിനക്ക് വരുന്നു. मुझे चुनने वाला, എന്നെ തെരഞ്ഞെടുത്ത ദൈവം, आपको चुनने वाला നമ്മളെ തെരഞ്ഞെടുത്ത ദൈവം ऐसा परमेश्वर नहीं जो आपको ऐसी छोड़ दे। വെറുതെ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. मैं शीघ्र से अपनी वाणी को विराम देना चाहूंगी। ഞാൻ എന്റെ സന്ദേശത്തെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. अगर मैं और करना चाहूँ तो मैं शाम तक आपको बैठा दूं, പ്രസംഗിക്കാൻ ആരംഭിച്ച വൈകിട്ട് വരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. लेकिन हमारे सामने बहुत चीज रखा हुआ है जो जिसको हमको पाकर जाना है। മറ്റേ പല കാര്യങ്ങളും നമ്മുടെ മുമ്പാകെ ഉണ്ട്, നമ്മൾ ഇന്ന് ഇവിടുന്ന് പ്രാപിച്ച് മടങ്ങണം. तो हम यही कहेंगे, അതുകൊണ്ട് ഞാൻ പറയട്ടെ, मेरी सहायता നമ്മുടെ സഹായം यहोवा की ओर से मिलती है। യഹോവയെങ്കിൽ നിന്ന് വരുന്നു. एक आखिरी आयत पढ़कर ഒരു അവസാനമായ ഒരു വാക്യം കൂടി हम വായിച്ച് वचन बंद करेंगे। നമുക്കിവിടെ നിർത്താം. उसी भजन संगीता 138 സങ്കീർത്തനം 138 തന്നെ और उसका 8वां आयत അതിന്റെ 8ാം വാക്യം, और उसका पहला लाइन, അതിന്റെ ആദ്യത്തെ ആ വാക്കുകൾ वहां लिखा है, എഴുതിയിരിക്കുന്ന ഇപ്രകാരം, यहोवा मेरे लिए യഹോവ എനിക്ക് വേണ്ടിയായി सब कुछ पूरा करेगा। എല്ലാം നിവർത്തിക്കും. आपको दिए गए वायदे, നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, आपको दिए गए कार्य, നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൗത്യം, आपको दिए गए सेवकाई, നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ, आपको दी गई आत्मा के वरदान, നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന്റെ വരദാനങ്ങൾ, चाहे भौतिक हो, चाहे आत्मिक हो, चाहे आर्थिक हो, ഭൗതികമായി ശാരീരികമായി ആത്മീയമായി ഏത് മേഖലയിലും कोई भी बात हो, എന്ത് തന്നെ ആയാലും यहोवा मेरे लिए सब पूरा करेगा। യഹോവ എനിക്ക് വേണ്ടിയായി എല്ലാം സകലതും നിവർത്തിക്കും. क्या हम प्रभु से कह सकते हैं, प्रभु मेरे लिए सब पूरा करेगा? നമുക്ക് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ, കർത്താവ് നീ എനിക്ക് വേണ്ടിയായി എല്ലാം ചെയ്യും? मेरे साथ कहिए, प्रभु मेरे लिए सब पूरा करेगा। എന്നോടൊപ്പം പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് വേണ്ടി എല്ലാം നിവർത്തിക്കും. मेरे लिए सब पूरा करेगा। എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. मेरे लिए सब पूरा करेगा। എനിക്ക് വേണ്ടി എല്ലാം നിവർത്തിക്കും. मेरे परेशानी को देखकर काम नहीं करता, എന്റെ പ്രശ്നങ്ങളെ നോക്കിയല്ല താൻ പ്രവർത്തിക്കുന്നത്. मेरे टूटे अवस्था को देखकर काम नहीं എന്റെ करता, പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥയെ നോക്കിയല്ല वो जब പ്രവർത്തിക്കുന്നത്. अपने सामर्थ्य में आता है तो ദൈവം തന്റെ ശക്തി ഭുജബലത്തിൽ वो വരുമ്പോൾ अपने सामर्थ्य के अनुसार कार्य करता ആ है। സാമർത്ഥ്യത്തോടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. क्या हम परमेश्वर को धन्यवाद कर सकते हैं? കർത്താവിനെ ഒന്ന് ശക്തിയോടെ സ്തുതിക്കാമോ? क्या हम कुछ देर परमेश्वर को ऊंची आवाज में धन्यवाद कर सकते हैं? ശബ്ദമുയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? क्या हम परमेश्वर से कह सकते हैं, प्रभु ഒന്ന് പറയാമോ, ദൈവമേ आज ये काम मेरे से नहीं हो रहा है, ഇന്ന് ഈ കാര്യം എന്നെ കൊണ്ട് കഴിയുന്നില്ല, സാധ്യമല്ല. लेकिन ये बातों को പക്ഷെ ഈ കാര്യങ്ങളെ अपने हाथों में ले सकते हैं, आपकी परेशानी को, ആ എല്ലാം നിങ്ങളെ അലട്ടുന്ന ആ വിഷയങ്ങളെല്ലാം ഒന്ന് കരങ്ങളിലേക്ക് എടുത്താട്ടെ. ये परेशानी को ഏത് വിഷയമായിക്കോട്ടെ, प्रभु मैं आपको दे देता हूं। കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. मैं करना चाहूं, ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കും, नहीं होगा,
പറ്റുന്നില്ല, आप करना चाहो അങ്ങ് ആഗ്രഹിച്ചാൽ सब होगा. അത് എല്ലാം നടക്കും. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. तो हमने क्या सुना? അപ്പോൾ നാം എന്താണെന്ന് കേട്ടത്? प्रभु हमको जिलाएगा. ദൈവം നമ്മളെ ഉയർപ്പിക്കുന്നു. 2 दिन हम शांत बैठ सकते 2 हैं. ദിവസം നാം ശാന്തമായിരിക്കുക. तीसरे दिन हम उठ के खड़े हो पाएंगे. 3-ാം നാൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. चौथे दिन से हम भागना स्टार्ट करेंगे. 4-ാമത്തെ ദിവസം നാം ഓടുവാൻ തുടങ്ങും. बांधने का वस्तु हमारे सामने नहीं रुक सकता. അവിടെ ഒന്നും നമ്മളെ കെട്ടിയിടുവാൻ സാധ്യമല്ല. रोकने का वस्तु हमारे सामने नहीं रुक ഒന്നും सकता. നമ്മുടെ മുമ്പാകെ നമ്മളെ തടസ്സമായി നിൽക്കുവാൻ പറ്റുകയില്ല. रोक नहीं सकता. ഒന്നിനും നമ്മളെ തടയുവാൻ പറ്റുകയില്ല. मेरा परमेश्वर जब देता है तो എന്റെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ हर चीजें എല്ലാ കാര്യങ്ങളിലും हर चीजें എല്ലാ കാര്യം मेरा परमेश्वर എന്റെ ദൈവമോ पूरा कर അത് देता है. പൂർത്തീകരിക്കും. ആമേൻ, हालेलुया. ഹല്ലേലൂയ. इन वचनों के द्वारा ഈ വചനങ്ങളാൽ परमेश्वर हम सबको आशीष दे. ദൈവം നമ്മളെ ഏവരെയും हम അനുഗ്രഹിക്കട്ടെ. थोड़ी देर आवाज उठाकर छत्तीसगढ़ के लिए हम प्रार्थना करेंगे. നമുക്ക് തുടർന്നമായി ഛത്തീസ്ഗഡിന് വേണ്ടിയായി നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे वहां के लोगों के लिए. അവിടുത്തെ ജനത്തിനായി പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे वहां पे हो रहे मसीहों के विरोध में चल रहे हर कामों के लिए. അവിടുത്തെ സുവിശേഷ വിരോധികൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തിനു വേണ്ടിയായി നമുക്ക് പ്രാർത്ഥിക്കാം. वहां के पासवानों के लिए हम प्रार्थना അവിടുത്തെ करेंगे. ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे वहां पर हर एक अंधकार की बातों के लिए हम प्रार्थना അവിടുത്തെ करेंगे. അന്ധകാര ശക്തികൾക്ക് വിരുദ്ധമായി പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे वहां पे पिछड़ी जातियों के लिए हम प्रार्थना करेंगे. തള്ളപ്പെട്ടിരിക്കുന്ന ജാതികൾക്ക് വേണ്ടിയായി പ്രാർത്ഥിക്കാം. बस्तर के लिए हो गया हो और बीजापुर जैसे डिस्ट्रिक्ट, बहुत सारे ऐसे डिस्ट्रिक्ट है जहां पर परमेश्वर का सुसमाचार बहुत कम पहुंचा है. വെസ്റ്റർ, ബിജാപൂർ എന്ന ഇവ ഡിസ്ട്രിക്റ്റുകളിൽ സുവിശേഷം എത്താത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിന് വേണ്ടിയായി हम പ്രാർത്ഥിക്കാം. प्रार्थना करेंगे छत्तीसगढ़ के लिए. നമുക്ക് പ്രാർത്ഥിക്കാം ഛത്തീസ്ഗഡിന് വേണ്ടിയായി. स्वर्गीय पिता, സ്വർഗപിതാവേ, हम प्रार्थना करते हैं ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. प्रभु, छत्तीसगढ़ को हम आपके हाथों में ദൈവമേ, सौंपते हैं. ഛത്തീസ്ഗഡ് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. प्रभु, ദൈവമേ, आपका स्वर्गीय प्रोटेक्शन वहां होने അങ്ങയുടെ पाए. സ്വർഗീയ കാവൽ അവരുടെ മേലുണ്ടാകണമേ. परमेश्वर, बीते दिन हुए तनाव को लेकर, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അവിടുത്തെ ടെൻഷൻസ്, परमेश्वर वहां के प्रोसिक्यूशंस को लेकर, അവിടുത്തെ സതാവുകൾ, उनको हम आपके हाथों में सौंपते हैं. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. राजा यीशु, രാജാവേ യേശുവേ, आप सब कुछ जानते हैं. അങ്ങ് എല്ലാം അറിയുന്ന ദൈവം, मेरी परिस्थितियों को बदलते हैं खुदावन. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമേ, मेरी प्रार्थनाओं को सुनकर उत्तर देते हैं. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന കർത്താവേ, हम फिर से प्रार्थना करते हैं വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. पाकिस्तान के लिए, പാകിസ്ഥാനായി, इंडोनेशिया के लिए, ഇന്തോനേഷ്യക്കായി, 10 to 40 विंडोज के लिए, 1040 വിൻഡോസിന് വേണ്ടിയായി, और हम प्रार्थना करते हैं छत्तीसगढ़ के लिए, ഛത്തീസ്ഗഡിന് വേണ്ടിയായി दिल्ली പ്രാർത്ഥിക്കുന്നു. के लिए हम प्रार्थना करते हैं, ഡൽഹിക്കായി हम പ്രാർത്ഥിക്കുന്നു. इंडिया के लिए प्रार्थना करते ഭാരതത്തിന് വേണ്ടിയായി ഞങ്ങൾ हैं. പ്രാർത്ഥിക്കുന്നു. परमेश्वर, हमें आप जिलाइए पिता. കർത്താവ്, നീ ഞങ്ങളെ ഉയർപ്പിക്കണമേ. परमेश्वर, आपका परमेश्वर सशक्तिकरण यहाँ प्रकट होने, കർത്താവെ, അങ്ങയുടെ ആ ശക്തികരണം ഇവിടെ വെളിപ്പെടുത്തണമേ. आपकी सामर्थ्य को हम पाकर അങ്ങയുടെ ശക്തി ഞങ്ങൾ പ്രാപിച്ച് आगे बढ़ने वाले होने पाए. മുൻപോട്ട് നീങ്ങുന്നവരായി തീരട്ടെ. राजा यीशु, अब तक आपने चलाया, धन्यवाद. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവമേ, അങ്ങേക്ക് നന്ദി. अब तक आपने सुरक्षित रखा, धन्यवाद. ഇതുവരെ കാത്തു പരിപാലിച്ചനായി നന്ദി. आगे परमेश्वर, आपके दासी को भी हम आपके हाथों में അവനോട് सौंपते हैं. ദേവദാസി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഭാ परमेश्वर, उनको भी आप उपयोग कीजिए. ഇതിന്റെ മകളെ ശക്തമായി നീ ഉപയോഗിക്കണമേ. परमेश्वर, कुछ पाकर जाने वाले होने पाए. ഇന്ന് ചിലത് പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങുവാൻ കൃപ നൽകണമേ. सुनने वाला एक रूप से आशीष पाने पाए. കേൾക്കുന്നവരെല്ലാം ഒരുപോലെ അനുഗ്രഹിച്ചു മടങ്ങുവാൻ आपने प्रार्थना सुन, धन्यवाद. നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടനായി സ്തോത്രം. परमेश्वर, आपके यीशु मसीह के नाम से इस प्रार्थना को मांग लेते हैं. പുത്രൻ യേശുവിൻ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനകൾ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. आमेन, ആമേൻ, आमेन. ആമേൻ, 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 ആമേൻ. आज वचन की मनादी के लिए